എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നാവായിക്കുളത്ത് നിന്ന് തുടങ്ങി ആറ്റിങ്ങൽ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആഴംകോണം വരെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടത് കടമ്പാട്ടോണം മുതൽ നാവായിക്കുളം വരെയുള്ള വീഡിയോ ആണ്. ഇതിൻ്റെ ലിങ്ക് ഐകാർഡിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നാവായിക്കുളത്ത് നിന്ന് മുന്നോട്ട് പോകുമ്പോൾ തട്ടുപാലത്ത് നിർമ്മിക്കുന്ന അണ്ടർപാസാണ് കാണാൻ കഴിയുന്നത്. അണ്ടർപാസിന് എത്തുന്നതിന് മുമ്പായി കുറച്ച് ഭാഗത്ത് മണ്ണ് കൂട്ടി അത് ഉറപ്പിക്കുന്ന വർക്ക് നടക്കുന്നുണ്ട്. അണ്ടർപാസിനോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ കോൺക്രീറ്റ് ഭിത്തിയുടെ നിർമ്മാണം പൂർണ്ണമായിട്ടുണ്ട്. ഇപ്പോൾ ഒരു സൈഡിലെ മണ്ണ് ഉറപ്പിക്കുന്ന വർക്കാണ് നടക്കുന്നത്. മെയിൻ റോഡിൻ്റെ ഒരു സൈഡിൽ കൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. കൂടാതെ രണ്ട് സൈഡിലെയും സർവീസ് റോഡ് കുറച്ച് ഭാഗത്ത് കംപ്ലീറ്റ് ആക്കി അതുവഴിയും വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. നാവായിക്കുളം പള്ളിക്കൽ റോഡാണ് തട്ടുപാലത്ത് നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെ കാണുന്ന റോഡ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു അണ്ടർപാസാണ് ഇവിടെയും നിർമ്മിക്കുന്നത്. അണ്ടർപാസിൻ്റെ നിർമ്മാണം പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അപ്രോച്ച് വാളിൻ്റെ വർക്കുകൾ പുരോഗമിക്കുകയാണ്. അണ്ടർപാസിൻ്റെ ഒരു ഭാഗത്ത് കൂടുതലായി മെറ്റൽ കൊണ്ട് അടിച്ച് കൂട്ടിയിട്ടുണ്ട്. അണ്ടർപാസ് കഴിയുമ്പോൾ തന്നെ ഒരു ചെറിയ കനാൽ അതുവഴി പോകുന്നുണ്ട്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. സർവീസ് റോഡിൽ വരുന്ന പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കി ഇപ്പോൾ വാഹനങ്ങൾ രണ്ട് സൈഡിലെയും സർവീസ് റോഡ് വഴിയാണ് പോകുന്നത്. മെയിൻ റോഡ് വരുന്ന ഭാഗത്തുള്ള കോൺക്രീറ്റിങ്ങിൻ്റെ വർക്ക് നടക്കുകയാണ്. ഇവിടെ നിർമ്മിക്കുന്ന അണ്ടർപാസിൽ 6 ബ്ലോക്കുകൾക്ക് പകരം കംപ്ലീറ്റായി കോൺക്രീറ്റ് ഭിത്തി ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും റൈറ്റിലേക്ക് തിരിഞ്ഞ് മെയിൻ റോഡിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ കല്ലമ്പലം ഭാഗത്തേക്ക് പോകുന്നത്. നമുക്ക് സർവീസ് റോഡ് വഴി ഒന്ന് പോയി നോക്കാം. പള്ളിയോട് ചേർന്ന ഭാഗങ്ങളിൽ ഇപ്പോൾ കോൺക്രീറ്റ് ഭിത്തിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. 2-3 തൊഴിലാളികൾ അവിടെ നിന്ന് കമ്പി കെട്ടുന്ന വർക്കുകൾ നടക്കുന്നുണ്ട്. ഇവിടെ നിന്നും നേരെ മുന്നോട്ട് പോകുന്നത് കല്ലമ്പലം ഭാഗത്തേക്കാണ്. കല്ലമ്പലം എത്തുന്നതിന് മുന്നേ കുറച്ച് ഭാഗത്ത് മണ്ണ് അടിച്ചു കൂട്ടി അവിടെ മണ്ണ് ബലപ്പെടുത്തുന്ന വർക്ക് നടന്നിട്ടുണ്ട്.
കല്ലമ്പലം ജംഗ്ഷനിൽ നിർമ്മിക്കുന്ന ഫ്ലൈ ഓവറിന് ആവശ്യമായിട്ടുള്ള ഗർഡറുകളാണ് ഇവിടെ ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ഗർഡറുകൾ നേരത്തെ തന്നെ ഇവിടെ നിർമ്മിച്ച് വെച്ച് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ 1-2 ഗർഡറിൻ്റെ നിർമ്മാണം നടന്നു എന്നാണ് തോന്നുന്നത്. അതിൻ്റെ കമ്പിയെല്ലാം കെട്ടി വെച്ചിരിക്കുന്നത് കാണാം. ഇവിടെ നിന്നും മുന്നോട്ട് പോകുമ്പോൾ കല്ലമ്പലം ജംഗ്ഷനിൽ അധികം വർക്കുകളൊന്നും പുരോഗമിച്ചിട്ടില്ല. റൈറ്റ് സൈഡിലുള്ള ഫ്ലൈ ഓവറിന് ആവശ്യമായിട്ടുള്ള പില്ലറുകൾ മാത്രമാണ് വർക്ക് നടന്നിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡുകളിൽ ഒരു വർക്കും ഇതുവരെയും പുരോഗമിച്ചിട്ടില്ല. കല്ലമ്പലം ജംഗ്ഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ കുറച്ച് ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. സർവീസ് റോഡിൻ്റെ ടാറിങ് വർക്കുകളായിട്ടില്ല, മെറ്റൽ നിർത്തുന്ന വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട്. കൂടാതെ മെയിൻ റോഡിൻ്റെ കുറച്ച് ഭാഗം, ഏകദേശം 1 കിലോമീറ്ററിനകത്തുള്ള ഭാഗത്ത് ഒരു സൈഡിൽ മണ്ണിട്ട് നികത്തുന്ന വർക്ക് നടക്കുന്നുണ്ട്. അവിടെയും പണിക്കാർ നിൽക്കുന്നതായി കാണാം. ആഴാങ്കോണം ജംഗ്ഷനിൽ എത്തുന്നതിന് മുന്നേ വരെ മെയിൻ റോഡിൻ്റെ കുറച്ച് ഭാഗങ്ങളിൽ വർക്ക് നടന്നിട്ടുണ്ട്. ഇവിടെ കോൺക്രീറ്റ് ഭിത്തി ഒരു സൈഡിൽ ഉയർത്തി അകത്ത് മണ്ണിട്ട് നികത്തി ഉറപ്പിക്കുന്ന വർക്കാണ് ഇപ്പോൾ നടക്കുന്നത്. കൂടാതെ സർവീസ് റോഡിൻ്റെ സൈഡിൽ മെറ്റൽ കുറച്ച് ഭാഗത്ത് ഇട്ടിട്ടുണ്ട്. മെയിൻ റോഡിൽ വർക്ക് നടത്തുന്നതിനാവശ്യമായിട്ടുള്ള മെഷീൻസുകളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. കൂടാതെ കുറച്ച് ലേബേഴ്സും അവിടെ നിൽപ്പുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ മൊത്തത്തിൽ കണ്ടത് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലെ കാഴ്ചകൾ മാത്രമാണ്. ആഴങ്കോണം മുതൽ കടമ്പാട്ടുകോണം വരെയുള്ള റോഡിൻ്റെ റൈറ്റ് സൈഡിലെ നിർമ്മാണ പ്രവൃത്തികളെക്കുറിച്ചുള്ള വീഡിയോ അടുത്ത ഇതിൽ ഉൾപ്പെടുത്താം. ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ ആഴങ്കോണം മുതൽ മാമം വരെയുള്ള വീഡിയോ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം. ഇപ്പോൾ ആഴങ്കോണത്താണ് എത്തിയിരിക്കുന്നത്.
ഇവിടെ മുതലാണ് ആറ്റിങ്ങൽ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കമൻറ്റിൽ പലരും ചോദിച്ചിരുന്നു ഈ ആറ്റിങ്ങൽ ബൈപ്പാസ് ഏത് ഭാഗത്താണ് വരുന്നത്. പലരും ആറ്റിങ്ങലിൽ നിന്ന് തിരുവനന്തപുരത്തോട്ട് യാത്ര ചെയ്തപ്പോൾ ഈ റോഡ് കാണാൻ കഴിഞ്ഞില്ല. ഇവിടെ നിന്നാണ് ആറ്റിങ്ങൽ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് എൻഡ് ചെയ്യുന്നത് മാമം പാലത്തിനടുത്താണ്. അപ്പോൾ ആറ്റിങ്ങൽ റോഡിൽ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ എവിടെയും ഇതിന് കണക്ഷൻ ഇല്ല. ഇത് പുതുതായിട്ട് നിർമ്മിക്കുന്ന ഒരു റോഡാണ്. ആഴംകുളം ജംഗ്ഷനിൽ ഇപ്പോൾ വർക്കൊന്നും നടക്കുന്നില്ല. ഇപ്പോൾ കുറച്ച് മണ്ണ് അവിടെ കൊണ്ട് ലോഡ് ചെയ്തിടുന്നു. കൂടാതെ അവിടെ ഒരു ഡൈവേർഷൻ റോഡ് കൂടി ചെയ്തിട്ടുണ്ട്. അതല്ലാതെ മറ്റു വർക്കുകളൊന്നും അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.